ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമ്മുടെ ഹിന്ദിയുടെ പരീക്ഷ 11-ാം തീയതി ബുധനാഴ്ചയാണ്. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം, അതിനുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഗതിവിധി 1. സൂചന ഗണ്ട് പഠേ ഔർ പ്രശ്നോं के उत्तर लिखे. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആം കോ ഫലോം കാ രാജ കഹാ ജാത്ത ഹെ. മാങ്ങയെ പഴങ്ങളുടെ രാജാവാണെന്ന് പറയുന്നു. ആം ഭാരത് കാ രാഷ്ട്രീയ ഫൽ ഹെ. മാങ്ങ ഭാരതത്തിൻ്റെ ഒരു ദേശീയ ഫലമാണ്. യഹ് ലാൽ, ഹര, പീല ഔർ നാരംഗി രംഗ് കാ ഹോത്ത ഹെ. ഇത് ചുവപ്പും പച്ചയും മഞ്ഞയും ഓറഞ്ചും കളറിലുണ്ട്. യഹ് ബഹുത്ത് ഹി രസദാർ ഔർ സ്വാദിഷ്ട ഫൽ ഹെ. ഇത് വളരെ രസവും സ്വാദുമുള്ള ഒരു ഫലമാണ്. ഉത്തർപ്രദേശ് में आम का उत्पादन सबसे अधिक होता है. ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത്. ആം ഗർമിയോം में मिलता है. ചൂടുള്ള സമയത്താണ് അധികവും ഇത് കിട്ടാറുള്ളത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഫലോം കാ രാജ കിസേ കഹാ ജാത്ത ഹെ. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആദ്യത്തെ വരി തന്നെ അതാണല്ലേ. ഫലോം കാ രാജ ആം ഹെ. ആം കോ ഫലോം കാ രാജ കഹാ ജാത്ത ഹെ. രണ്ടാമത്തെ ചോദ്യം, ആം കി വിശേഷത ക്യാ ഹെ. മാങ്ങയുടെ വിശേഷത എന്താണ്? യഹ് ബഹുത്ത് ഹി രസ്ദാർ ഔർ സ്വാദിഷ്ട ഫൽ ഹെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭാരത് മേം ആം കാ ഉത്പാദൻ സബ്സെ അധിക് കഹാം ഹോത്ത ഹെ. എവിടെയാണ് മാങ്ങയുടെ ഉത്പാദനം വളരെയധികം ഉള്ളത്? ഉത്തർപ്രദേശ്. ആം കബ് മിൽത്താ ഹെ. മാങ്ങ എപ്പോഴാണ് ലഭിക്കുന്നത്? ആം ഗർമിയോമേം മിൽത്താ ഹെ. സ്താബ് ചുൻകറിലേക്ക് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. 2 കൊടുത്തിട്ടുണ്ട്. ഭാരത് കാ രാഷ്ട്രീയ ഫൽ കേല ഹൈ. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഫലം എന്നറിയപ്പെടുന്നത് പഴമാണ്. ഭാരത് കാ രാഷ്ട്രീയ ഫൽ ആം ഹെ. ഭാരതത്തിൻ്റെ ദേശീയ ഫലം എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. ഇതിൽ രണ്ടാമത്തെയാണ് ശരിയായ ഉത്തരം. ഗതിവിധി 2. സൂചന കവിതാംശ പഠേ ഔർ പ്രശ്നോं का उत्तर लिखे. കവിത വായിച്ച് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. കവിതയുടെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. യഹ് ധർത്തി ഹൈ ഉസ് കിസാൻ की जो मिट्टी का पूर्ण पारखी, जो मिट्टी के संग साथ ही तप कर गल कर मर कर गबा रहा है जीवन अपना, देख रहा है मिट्टी में सोने का सपना. क्वेश्चन, निम्नलिखित आशय वाली पंक्तियां चुने. കിസാൻ മിട്ടിമേം സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹെ. കർഷകൻ മണ്ണിൽ സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു എന്ന ആശയം വരുന്ന വരി എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം, ഗബാ രഹാ ഹെ ജീവൻ അപ്ന, ദേഖ് രഹാ ഹെ മിട്ടിമേം സോനെ കാ സപ്ന. ഈ 2 വരികളാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ, കവിതാ കാ ആശയ ലിഖെ. ഈ കവിതയുടെ ആശയം എല്ലാവരും വളരെ നന്നായി പഠിച്ചു പോവുക. അടുത്ത ചോദ്യം, ഗതിവിധി 3. സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന പാഠത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വായിച്ച് ഉത്തരം കണ്ടെത്താനാണ് ചോദ്യം. ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ് മാവലിനോക് മേഘാലയ ഹെ. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം മേഘാലയയിലുള്ള മാവലിനോക് എന്ന ഗ്രാമമാണ്. സാൽ 2030 में इस गाँव को एशिया के सबसे साफ सुथरे गाँव के तौर पर चुना गया. 2003 ഏഷ്യയിലെ ഏറ്റവും വലിയ വൃത്തിയുള്ള ഗ്രാമമായി ഈ ഗ്രാമത്തെ തിരഞ്ഞെടുത്തു. इस गाँव की सबसे बड़ी खासियत यह है कि यहाँ की साफ सफाई गाँव वाले खुद करते हैं. ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഖാസിയത്ത് വിശേഷത എന്തെന്നാൽ ഈ ഗ്രാമത്തിലുള്ളവർ സ്വയം തന്നെയാണ് അവരുടെ ഗ്രാമം വൃത്തിയായി സൂക്ഷിക്കുന്നത്. ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, മാവലിനോഗ് ഗാവ് കഹാ ഹെ. മാവലിനോഗ് ഗാവ് എവിടെയാണ്? മേഘാലയ മേം ഹെ. രണ്ടാമത്തത്, പ്രകൃതി സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരെ. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പോസ്റ്റർ എല്ലാവരും നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പോസ്റ്റർ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ഗതിവിധി 4. ഗുദ് സേ പ്യാർ കവിത കാ യഹ് അംശ പഠേ ഔർ പ്രശ്നോं का उत्तर लिखे. ഗുദ് സേ പ്യാർ എന്ന കവിതയിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ കവിത വായിച്ച് ഉത്തരം എഴുതുക. ദർഖത് അപ്നെ ഫൂലോം സെ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോ ഭി. ബാദൽ അപ്നെ ജൽ സെ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ ഭി. ഒന്നാമത്തെ ചോദ്യം, പേട് കെ ലിയെ പ്രയുക്ത ശബ്ദ കോൺ സാ ഹെ. പേട് എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ് ഈ കവിതയിൽ? ദർഖത്ത്.
രണ്ട്, മേഘ കാ സമാൻ അർത്ഥവാല ശബ്ദ ക്യാ ഹെ? മേഘത്തിന് സമാനമായ അർത്ഥം. ബാദൽ. അടുത്ത ചോദ്യം 3. അടുത്തത് സഹി മിലാൻ കരെ, ചേരുംപടി ചേർക്കാനാണ്. ദർക്കത്. ദർക്കത് അപ്പനെ ഫൂലോം സെ പ്യാർ കരെ. ഹം ഗുദ് സെ പ്യാർ കരെ. ബാദൽ അപ്പനെ ജൽ സെ പ്യാർ കരെ. 5ാമത്തെ ഗതിവിധി. गांधी की नमक कथा पाठ के आधार पर प्रश्नों के उत्तर लिखे. ഘടനാവും കോ ക്രമ സേ ലിഖെ. ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന പാഠത്തിലെ കുറച്ച് ഘടനകളെ ക്രമം തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് ഓർഡറാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇത് ഓർഡറാക്കാം? ഒന്നാമത് വരുന്നത് അംഗ്രേസോനെ നമുക്ക് പർ ടാക്സ് ലേക്കായ. രണ്ടാമത് നമുക്ക് മഹങ്ക ഹോ ഗയ. 3 ഗാന്ധിജിനെ അഹമ്മദാബാദ് സെ പൈദൽ യാത്ര ശുരു കി. 4 ദണ്ഡി പഹുഞ്ച് നമുക്ക് ബനായ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ക്യോ മഹങ്ക ഹോ ഗയ? നമുക്കിന് എന്തുകൊണ്ട്, ഉപ്പിന് എന്തുകൊണ്ടാണ് വില വർദ്ധിച്ചത്? എന്തുകൊണ്ടാണ് വില വർദ്ധിച്ചത്? അംഗ്രേസോനെ നമുക്ക് പർ ടാക്സ് ലേക്കായ, ഇസ്ലിയെ നമക് മഹങ്ക ഹോ ഗയ. അവസാനത്തെ ഗതിവിധി, ഗതിവിധി 6. കവിതാംശ് പഠിക്ക് പ്രശ്നോങ്കി ഉത്തരലേക്ക്. കവിത വായിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏക് കഹാനി കഹിനി ഹൈ, वो जो आम की टहनी है वही कहीं एक तोती है, जो दिन भर सोती है कोई उसे जगा दे तो बड़ी देर तक रोती है, सभी परिंदे कहते हैं वह कुंभकर्ण की पोती है. കവിത കേലിയേക്ക് ഉചിത ശീർഷക ലിഖെ. കവിതയ്ക്കൊരു ഉചിതമായ ശീർഷകം നൽകാം. നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാം കവിതാം സെ ഢൂണ്ട്കർ ലിഖെ. രണ്ടാമത്തെ ചോദ്യമാണ്, ഈ ആശയം വരുന്ന കവിത എഴുതാനാണ്. ആം കി ടഹനി പർ ഏക് തോത്തി ഹെ. മാവിൻ്റെ ചില്ലയിൽ ഒരു തോത്തി, ഒരു തത്തയുണ്ട് എന്ന ആശയം വരുന്ന വരി എഴുതാണെന്ന് എടുത്തെഴുതാനാണ് വരികൾ. വോ ജോ ആം കി ടഹനി ഹൈ വഹി കഹീം ഇക് തോത്തി ഹൈ. ആ 2 വരികളാണ് എഴുതേണ്ടത്. കവിതാം സെ കോയി തുക്കാന്ത് ശബ്ദ ഢൂണ്ട്കർ ലിഖെ. കവിതയിൽ നിന്ന് തുക്കാന്ത് ശബ്ദം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 തുക്കാന്ത് ശബ്ദമാണ് എഴുതേണ്ടത്. ഒന്ന് കഹിനി ടഹിനി, രണ്ടാമത്തത് തോത്തി സോത്തി. ഇതേ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പോസ്റ്റർ ഉറപ്പായും ചോദിക്കുന്നതായിരിക്കും. പോസ്റ്റർ എല്ലാവരും നന്നായി പഠിച്ചു പോവുക. എല്ലാവർക്കും വിജയാശംസകൾ.